ഇന്ന് ഇറാൻ എന്ന രാജ്യം വാർത്തകളിൽ നിരന്തരം ഇടം പിടിക്കുകയാണല്ലോ. ലോകത്തെ ഏക ഷിയ മുസ്ലിം രാജ്യമായ ഇറാൻ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 50ഓളം വർഷങ്ങളായി ആ പ്രക്രിയ നടക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനികളുടെ എണ്ണം ഔദ്യോഗികമായി 10 ലക്ഷത്തിലധികം എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യമതല്ല. അതിൻ്റെ പല മടങ്ങ് വരും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇറാനിലെ ക്രൈസ്തവരുടെ വളർച്ചയ്ക്ക് പിന്നിൽ ആയത്തുള്ള ഖൊമൈനിക്ക് മുന്നിൽ അടിയുറവ് വയ്ക്കാത്ത ആത്മാഭിമാനമുള്ള ചില പാസ്റ്റർമാരാണ്. ഒരു രീതിയിലും തകർക്കാൻ കഴിയാത്ത അവരുടെ ആത്മവീര്യം കണ്ട് ആയത്തുള്ള ഖൊമൈനി ഞെട്ടി. ഇറാനിലെ ക്രൈസ്തവ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പാസ്റ്റർ ഹൈക്ക് ഹോസ്ഫിയൻ മെഹർ ആണ്. 1994 ജനുവരി 19 ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് പാസ്റ്റർ ഹൈക്ക് ഹോസ്പിയാനെ ഖമനേയിയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. പിന്നീടുള്ള 1.5 ആഴ്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും 4 കുട്ടികളും അദ്ദേഹത്തിനായി കാത്തിരുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ വിടുവിക്കണമേ എന്ന്. എന്നാൽ 1994 ജനുവരി 30 അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അവരെ ഔദ്യോഗികമായി ഗവൺമെൻറ് അറിയിച്ചു. ടെഹ്റാനിലെ ജമാഅത്തെ റബ്ബാനി പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പള്ളി. അവിടുത്തെ ബിഷപ്പായിരുന്നു ഹോസ്പിയാൻ. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം സുവിശേഷ പ്രവർത്തനം നടത്തി വന്നിരുന്ന ചുരുക്കം ചില ക്രിസ്ത്യൻ നേതാക്കളിൽ ഒരാളായിരുന്നു പാസ്റ്റർ ഹോസ്പിയാൻ. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരോടുള്ള ഇറാനിയൻ സർക്കാരിൻ്റെ ക്രൂരമായ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച അദ്ദേഹം പിന്നീട് അപ്രത്യക്ഷനായി. ഭരണകൂടം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായി കരുതപ്പെടുന്നു. മരിക്കുമ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ സൂപ്രണ്ടും ഇറാനിലെ പ്രൊട്ടസ്റ്റൻ്റ് മിനിസ്റ്റേഴ്സ് കൗൺസിലിൻ്റെ ചെയർമാനുമായിരുന്നു പാസ്റ്റർ ഹൈക്ക് ഹോസ്പിയാൻ. ഇറാനിലെ മുസ്ലിങ്ങൾക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയ ബഹുമാന്യനും സ്വാധീനശക്തിയുമുള്ള ഒരു സുവിശേഷ നേതാവായിരുന്നു പാസ്റ്റർ ഹോസ്പിയാൻ. 1945 ജനുവരി 6 ടെഹ്റാനിൽ ഒരു അർമേനിയൻ അപ്പോസ്തോലിക് മധ്യവർഗ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് 3 ഇളയ സഹോദരന്മാരുണ്ടായിരുന്നു: എഡ്വേർഡ്, റൂബിക്, ജോർജ്. 15 വയസ്സുള്ളപ്പോൾ ഹോസ്പിയാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ചേർന്നു. നിർബന്ധിത സൈനിക സേവനം നിലനിന്നിരുന്നതിനാൽ 1966 സൈനിക സേവനം പൂർത്തിയാക്കിയ ഹോസ്പിയാൻ ഹൈക്ക് തക്കൂഷ് ഗിനഗോസിയനെ വിവാഹം കഴിച്ചു. 1967 ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ്റെ പ്രാന്തപ്രദേശമായ മജീദിയയിലെ തൻ്റെ ആദ്യത്തെ പള്ളിയിൽ ഹോസ്പിയാൻ പാസ്റ്ററായി ശുശ്രൂഷ ആരംഭിച്ചു. അധികം താമസിയാതെ അദ്ദേഹം സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയും കാസ്പിയൻ കടലിനടുത്തുള്ള ഇറാൻ്റെ വടക്കൻ പ്രവിശ്യയായ മസാൻഡറിനിലെ ഗോർഗൻ എന്ന നഗരത്തിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം ഒരു ഹൗസ് ചർച്ച് ആരംഭിച്ചു. 1969 ഹോസ്പിയാനും ഭാര്യയും 6 മാസം പ്രായമുള്ള കുഞ്ഞും ഒരു അമേരിക്കൻ മിഷണറി കുടുംബത്തോടൊപ്പം ടെഹ്റാനിൽ നിന്നും ഗോർഗനിലേക്ക് പോകുമ്പോൾ അവരുടെ കാർ ഒരു വെളിച്ചമില്ലാത്ത ട്രാക്ടറിൽ ഇടിച്ചു. അങ്ങനെ അതിലുണ്ടായിരുന്ന 4 കുട്ടികൾ കൊല്ലപ്പെട്ടു. മുതിർന്ന യാത്രക്കാർ മാത്രം രക്ഷപ്പെട്ടു. ഹോസ്ഫിയാനും ഭാര്യ തഗൂഷിൻ്റെയും കാലുകൾ ഒടിഞ്ഞു. അതിൽ നിന്നും പിന്നീട് അവർ സുഖം പ്രാപിച്ചതിന് ശേഷം ഗോർഗനിലേക്ക് തന്നെ മടങ്ങി. അവിടെ അതികഠിനവും കഷ്ടപ്പാടുകളും പീഡനങ്ങളും ഉണ്ടായിരുന്നിട്ടും പള്ളിയിലെ പാസ്റ്ററൽ ജോലിയിൽ അദ്ദേഹം തുടർന്നു. ഇറാനിയൻ മുസ്ലിങ്ങളെ സുവിശേഷീവൽക്കരിക്കുവാൻ ഹോസ്പിയാന് ശക്തമായ പ്രചോദനമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തുറന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും സുവിശേഷകനും പ്രതിഭാധനനായ സംഗീതജ്ഞനുമായിരുന്നു. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവിടെയുള്ള സുവിശേഷ വിഹിത സഭകൾക്കിടയിൽ വർദ്ധിച്ച സഹകരണം ഉണ്ടാക്കുന്നതിൽ പാസ്റ്റർ ഹോസ്പിയാൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനമുണ്ടായിരുന്നു. ഇറാനിലെ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾക്കായി ഹോസ്പിയാൻ ശബ്ദമുയർത്തി. 1993 മുസ്ലിങ്ങളെയോ മുസ്ലിം മതപരിവർത്തനക്കാരെയോ അവരുടെ പള്ളികളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് പ്രസ്താവിക്കുന്ന ഒരു രേഖയിൽ ഒപ്പിടാൻ ഗവൺമെൻറ് രാജ്യത്തെ സുവിശേഷകരോട് നിർദ്ദേശിച്ചു. എന്നാൽ അന്ന് 2 സഭാ നേതാക്കൾ മാത്രമായിരുന്നു ആ രേഖയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചത്. അതിൽ ഒരാളായിരുന്നു പാസ്റ്റർ ഹോസ്പിയാൻ. ഇറാനിൽ ക്രിസ്ത്യാനികൾക്ക് പൂർണ്ണ അവകാശങ്ങൾ ആസ്വദിക്കാമെന്ന പ്രസ്താവനയിൽ ഒപ്പിടാൻ ഗവൺമെൻറ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അതും വിസമ്മതിച്ചു.
രാജ്യത്തെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അവകാശങ്ങൾ കവരുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ അദ്ദേഹം സമാഹരിച്ചു. ഇറാനിലേക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ റെയ്നാൾഡോ ഗാലിൻഡോ പോളിനെ രാജ്യം സന്ദർശിക്കാനും പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കാണാനും ക്രൈസ്തവർ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അദ്ദേഹം ക്ഷണിച്ചു. 1979 ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സർക്കാർ ബഹുമാനിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനായി അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഇസ്ലാമിക മാർഗനിർദ്ദേശ മന്ത്രാലയത്തെയും സന്ദർശിച്ചു. സന്ദർശനം കൊണ്ടോ പരാതി കൊണ്ടോ ഒരു കഴമ്പും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ബിഷപ്പ് ഹോഫ്സിഫിയാനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അസംബ്ലീസ് ഓഫ് ഗോഡും ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഗവൺമെൻറ് കർശന ഉത്തരവിട്ടു. ഇനി മുതൽ ഇറാൻ്റെ ഔദ്യോഗിക ഭാഷയായ പേർഷ്യനിൽ മാത്രമേ പള്ളികളിൽ ശുശ്രൂഷ നടത്താൻ പാടുള്ളൂ. എല്ലാ സഭാംഗങ്ങൾക്കും മെമ്പർഷിപ്പ് കാർഡുകൾ നൽകുകയും അവർ ആരാധനയ്ക്കായി ചർച്ചിൽ വരുമ്പോൾ അവ ഹാജരാക്കുകയും വേണം. ഇനി മുതൽ എല്ലാ അംഗങ്ങളുടെയും വിലാസങ്ങൾ സഹിതമുള്ള അംഗത്വ ലിസ്റ്റുകൾ സഭകൾ എത്രയും പെട്ടെന്ന് അധികാരികൾക്ക് കൈമാറണം. ഇനി മുതൽ യോഗങ്ങൾ മുസ്ലിം ആരാധനാ ദിനമായ വെള്ളിയാഴ്ച നടത്താൻ പാടില്ല. അത് ഞായറാഴ്ച മാത്രമായിരിക്കണം. ഞായറാഴ്ച യോഗങ്ങളിൽ ഇനി മുതൽ അംഗങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. മാത്രമല്ല, ഇൻഫർമേഷൻ ആൻഡ് ഇസ്ലാമിക് ഗൈഡൻസ് മന്ത്രാലയത്തെ അറിയിച്ചതിന് ശേഷമേ പുതിയ അംഗങ്ങളെ അംഗത്വത്തിലേക്ക് ചേർക്കാനും മീറ്റിങ്ങുകൾ പ്രവേശിപ്പിക്കാനും കഴിയൂ. ഈ തീരുമാനങ്ങൾ ഹോസ്പിയാന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. ഇവർക്ക് മുന്നിൽ ഒരിക്കലും തല കുനിക്കുകയോ ഇത്തരം മനുഷ്യത്വരഹിതവും അന്യായവുമായ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയോ ചെയ്യില്ല എന്നും നമ്മുടെ ചർച്ചുകളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തുറന്നിരിക്കുമെന്നും ഹോസ്പിയാൻ പ്രഖ്യാപിച്ചു. ഇതിനിടയിൽ 1983 മുതൽ 1994 വരെ വിശ്വാസത്തിൻ്റെ പേരിൽ തടവിലാക്കപ്പെട്ട ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഒരു മുസ്ലിം മെഹദി ദിബാജിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ലോകത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു. 1993 ഒരു ഇറാനിയൻ കോടതിയാണ് ദിബാജിന് വധശിക്ഷ വിധിച്ചത്. എന്നാൽ പാസ്റ്റർ ഹോസ്പിയാൻ ഈ വിഷയത്തിൽ നടത്തിയ പ്രചരണത്തിൻ്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുകയും അങ്ങനെ 1994 ജനുവരി 16 ആ തടവുകാരൻ്റെ മോചനത്തിന് വഴി തെളിയുകയും ചെയ്തു. 3 ദിവസത്തിന് ശേഷം ജനുവരി 19 പെട്ടെന്ന് പാസ്റ്റർ ഹോസ്പിയാനെ ടെഹ്റാനിലെ തെരുവുകളിൽ നിന്ന് കാണാതായി. 11 ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 30 അജ്ഞാതനായ ഒരു അക്രമി ഹോസ്പിയാനെ കൊലപ്പെടുത്തിയതായി പോലീസ് കുടുംബത്തെ അറിയിച്ചു. ഹോസ്പിയാൻ്റെ മരണം ഇറാനിയൻ പുരോഹിതരുടെ ഉത്തരവുകൾ സ്വീകരിക്കുന്ന ഡെത്ത് സ്ക്വാഡുകളുടെ പ്രവർത്തനം മൂലമാണെന്ന് പിന്നീട് കണ്ടെത്തി. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടർ അബ്ദുൽ ഫത്താഹ് അമോർ 1995 ഇറാൻ സന്ദർശിച്ചു. അവിടെ പാസ്റ്റർ ഹൈക്ക് ഹോസ്പിയാൻ്റെ വധത്തിൽ കുറ്റാരോപിതരായ സ്ത്രീകളുമായി ജയിലിൽ സ്വതന്ത്രമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹോഫ്സഫിയാൻ മെഹറിനെയും മറ്റ് 2 ക്രിസ്ത്യൻ നേതാക്കളെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഇറാനിയൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായി അമോർ തൻ്റെ UN റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി. മരിക്കുമ്പോൾ പാസ്റ്റർ ഹോസ്പിയാന് 49 വയസ്സായിരുന്നു. ഇറാനിലെ അറിയപ്പെടുന്ന ഒരു പെന്തക്കോസ്തു പാസ്റ്ററായിരുന്നു പാസ്റ്റർ ഹെയ്ക്ക ഹോസ്പിയാൻ. അങ്ങനെ ആയത്തുള്ള കൊമീനയുടെ കീഴിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ വിശ്വാസം, സുവിശേഷത്തിൻ്റെ ശക്തമായ പ്രഖ്യാപനം, മരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യം ഇറാനിലെ ക്രൈസ്തവ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ല. പിന്നീട് പാസ്റ്റർ ഹൈക്ക് ഹോസ്പിയാൻ്റെ ഭാര്യ തഗൂഷും അവരുടെ 4 മക്കളും റെബേക്ക, ജോസഫ്, ഗിൽബർട്ട്, ആൻഡ്രേ കാലിഫോർണിയയിലേക്ക് കുടിയേറി. അവിടെ ടെഹ്റാനിൽ നിന്നുള്ള കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ അർമേനിയക്കാരുടെയും ഇറാനികളുടെയും ഒരു വലിയ പ്രവാസി സമൂഹമുണ്ടായിരുന്നു. അവരുടെ കുട്ടികൾ വ്യത്യസ്ത ക്രിസ്തീയ ശുശ്രൂഷകളിലാണ്. പാസ്റ്റർമാരായി ജോലി ചെയ്യുന്ന ഹൈക്കിൻ്റെ സഹോദരന്മാർ ഇറാന് പുറത്തും ശുശ്രൂഷ ചെയ്യുന്നു. പിന്നീട് അവിടെ എല്ലാ ജനുവരി 25 പാസ്റ്റർ ഹൈക്ക് ഹോസ്പിയാൻ്റെ രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കാറുണ്ട്. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.